Thank you, organizers of Marthoma Students Conference, for inviting me as the moderator of this. ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു സെഷൻ്റെ മോഡറേറ്റർ ആവാൻ സാധിച്ചതിലേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വളരെ ഫോർമലായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷേ സാക്കച്ചൻ ആ ഫോർമാലിറ്റി പൊളിച്ചുപോയി. ഞാൻ ഒരു കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ജീസസ് യൂത്തും ICPF-ഉം ഒക്കെ ആക്ടിവിറ്റീസ് നടക്കുമ്പം മാർത്തോമാ സഭയിലെ സ്റ്റുഡൻസിന് വലിയ ആക്ടിവിറ്റീസ് ഒന്നും അധികം എനർജറ്റിക്കായിട്ട് കാണാറില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ ഈ മുഴുവൻ എനർജിയും കണ്ടപ്പം എനിക്ക് അഭിമാനവും അതോടൊപ്പം തന്നെ ഒരു അല്പം അസൂയയുമുണ്ട് അവിടെ ഇപ്പോൾ ഇരിക്കാൻ സാധിക്കാത്തതിൽ. 2010 തൊട്ട് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിലെ ഒരു ക്യാമ്പ് ജീവിതം ഒന്നും വിളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ക്യാമ്പിൽ പങ്കെടുത്ത് തുടങ്ങിയിട്ടുള്ള എനിക്ക് ഇന്ന് തീർച്ചയായിട്ടും ഈ വേദിയിലിരിക്കാൻ സാധിക്കുന്നത്, അവിടെ ഇരിക്കാൻ സാധിച്ചപ്പോൾ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ് തന്നൊരു ധൈര്യമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, ആ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യണം, അതിന് ഉത്തരം കിട്ടുന്നിടം വരെ. അത് ഉത്തരങ്ങൾ പറയാനായിട്ട് നമുക്ക് മാർത്തോമാ സഭയിലെ സ്റ്റാർ വേർഡ്സ് ആയിട്ടുള്ള 3 പേരെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മാർത്തോമാ സഭയിൽ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അല്ലാതെ വേറൊരു പേര് നമുക്കിപ്പോൾ പറയാനില്ല. തീർച്ചയായിട്ടും തിരുവല്ലയുടെ സ്വന്തം MLA ആയ മാത്യു ടി തോമസ് സാറിനോട് ഒരു ചോദ്യം. സാറും 1977 മുതൽ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൽ 10 വർഷം തുടർച്ചയായി ഒരു വർഷം പോലും മിസ്സാവാതെ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത ഒരു ജീവിയാണ് എന്നാണ് സാറ് പറഞ്ഞത്. അതിൻ്റെ നെക്സ്റ്റ് ഇയറാണ്, ആ ഇയർ തന്നെയാണ് സാർ MLA ആയി ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും യങ്ങസ്റ്റ്, കേരളത്തിലെ ഇന്നേ വരെ റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെടാത്ത ബേബി MLA ഓഫ് ദ ഹോൾ കേരള ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി മാത്യു ടി തോമസ് സാർ. സർ, സാറിന് ഇന്നിവിടെ ഇരിക്കുന്ന ഈ യുവജനങ്ങളെ കാണുമ്പോൾ കുറച്ച് വർഷം പുറകിലേക്ക് പോകുന്നു. സാറും ഈ സ്റ്റുഡൻസ് കോൺഫറൻസിലുണ്ടായിരുന്നു. സാറിൻ്റെ ജീവിതത്തിൽ മാർത്തോമാ സഭയോ സ്റ്റുഡൻസ് കോൺഫറൻസോ സാറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും അവരുടെ ആസ്പിറേഷൻസും ഇൻസ്പിറേഷൻസും ജീവിതത്തിലേക്ക് വേണ്ടിയുള്ളത് കണ്ടെത്താൻ വേണ്ടി എത്തിയിരിക്കുന്നവരാണ്. സാറിൻ്റെ അനുഭവങ്ങളൊന്ന് പറയാമോ? മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഈ സെഷനിലേക്ക് ക്ഷണിച്ചതിന് ആദ്യം നന്ദി പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കോൺഫറൻസുമായുള്ള എൻ്റെ ബന്ധം നിങ്ങളുമായി പങ്കുവെച്ചു. അതൊന്നും ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. വിശ്വാസത്തെ ഗൗരവത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച പള്ളിയിലും സൺഡേ സ്കൂളും യുവനസഖ്യവും ഉള്ള ചടങ്ങുകൾക്കപ്പുറത്തേക്ക് സെക്കുലർ വേൾഡിൽ ഒരു വിറ്റ്നസ് ആയിരിക്കാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ ലഭിക്കുന്നത്. പള്ളികളിലും യുവനസഖ്യത്തിലും ഒക്കെ ആക്റ്റീവാണ്, ക്വയറിലൊക്കെ ആക്റ്റീവ് ആകണം, വേണ്ട എന്നർത്ഥത്തിലല്ല. പക്ഷേ നമ്മുടെ വിറ്റ്നസ് ആയിരിക്കേണ്ടത് പള്ളിയിലല്ല, യുവനസഖ്യത്തിലല്ല. അവിടെ വേണ്ടെന്നല്ല, എവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നത്, എവിടെയാണ് അഴിമതിയുള്ളത്, അവിടെ വിറ്റ്നസ് ആയിരിക്കുക, അവിടെ നേരിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്ന വലിയ ഇൻസ്പിറേഷനാണ് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് സത്യസന്ധമായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സാറിൽ നിന്ന് അടുത്ത ആളിലേക്കാണ് പോകേണ്ടതെങ്കിലും സാറിനൊരു പ്രോഗ്രാമിന് പോകേണ്ടതുണ്ട്. സാർ, ഒരു ചോദ്യം എൻ്റെ ഭാഗത്തുണ്ട്. കാരണം ഇന്ന് ലഹരി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി സ്പെക്ട്രം, അതെല്ലാ സ്പെക്ട്രത്തിലുമുണ്ട്. ഒരു 10 വർഷം മുമ്പ് ഞാനൊരു പരസ്യം കണ്ടിരുന്നു, ഇവിടെ മദ്യശാലകളുടെ എണ്ണം കുറയുമെന്ന്. എന്നാൽ ഇന്ന് കുറയുകയാണോ? എറണാകുളത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പബ്ബുകളൊക്കെ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. സോ സാറിൻ്റെ നിലപാടുകളും കേരളത്തിലും അല്ലെങ്കിൽ നാട്ടിലും മാറി വരുന്ന ഈ നിലപാടുകളോടും പൊരുത്തപ്പെടാൻ പറ്റാതെ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സാറിന് എങ്ങനെയാണ് സാറിൻ്റെ ശരികളെ മുറുകെ പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നത്? ഈ ചോദ്യത്തിന് ശേഷം ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതിനുശേഷം നമുക്ക് സാറിനെ ഫ്രീ ആക്കേണ്ടതുണ്ട്. സാർ, ഈ ചോദ്യത്തിനൊരു ഉത്തരം. എൻ്റെ ചോദ്യം, സാർ, ഈ മാറി വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പം നോക്കുകയാണെങ്കിൽ ലഹരിയുടെ ഒരു ഉപയോഗം നോക്കുകയാണെങ്കിൽ നമ്പർ ഭയങ്കര കൂടി വരുന്നു. അത് ഈ സമൂഹത്തിൽ സാറായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം കൂടിയുണ്ട്. ഇപ്പം നമ്പർ ഓഫ് ബാറുകളുടെ എണ്ണം കുറയുമെന്ന് വിചാരിച്ചെടുത്ത് നിന്ന് ചിലപ്പോൾ അത് കുറയുന്നതിന് പകരം കൂടുതലായിട്ട് വാർത്തകളൊന്നും വായിച്ചിരുന്നതിന് വാർത്തകളെല്ലാം ശരിയാണോന്ന് അറിയില്ല. അവിടെ സാറിൻ്റെ ഒരു സ്റ്റാൻഡ്. നമ്മുടെ രണ്ട് കാര്യത്തെയും രണ്ടായി കാണണം. ഒന്ന്, ലഹരി പദാർത്ഥങ്ങൾ, അതായത് MDMA പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ,
അവയുടെ ഉപയോഗമാണ് ഇപ്പോൾ ഏറ്റവും ആപൽക്കരമായി വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് അമൃത്സർ കളക്ടറുമായിട്ടൊരു ഒഫീഷ്യൽ ഡിസ്കഷന് പോയപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു ആശയമാണ് ഈ ബോർഡറിലൂടെ ഇത്തരം നിരോധിക്കപ്പെട്ട നാർക്കോട്ടിക് സബ്സ്റ്റൻസുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത് ഒരു രാജ്യത്തെ തന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയാണ്, ഒരു തലമുറയെ നശിപ്പിച്ച് രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകനായിരുന്നു, മദ്യവർജന പ്രസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. വ്യക്തിപരമായ എന്താ പറയുക ബോസ്റ്റിങ്സൊക്കെ പരമാവധി ഒഴിവാക്കുകയാണെങ്കിലും ഞാൻ പരസ്യമായി പറയാൻ ഇഷ്ടപ്പെടുന്നതാണ്, ഇന്നേ വരെ ഒരു പെഗ് മദ്യം ഞാൻ രുചിച്ച് നോക്കിയിട്ടുള്ള ഒരാളല്ല, ഇന്നേ വരെ കുടിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ രണ്ടിനെയും കൂടി ഒരുപോലെ കാണാൻ പാടില്ല. മദ്യത്തിൻ്റെ ലഭ്യത കൂടുന്നതനുസരിച്ച് ഉപഭോഗവും കൺസപ്ഷനും വർദ്ധിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ ലിക്കർ, ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ MDMA പോലെയുള്ള നിരോധിത നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് അല്ല. ലിക്കർ ഉപയോഗിക്കാം എന്ന അഭിപ്രായം ആർക്കില്ല. അതിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വരണം. പരമാവധി കുറച്ചുകൊണ്ട് വരുന്നതിന് ആവശ്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകണോ അവൈലബിൾ അല്ലാതാക്കണോ എന്ന ഒരു ക്വസ്റ്റ്യൻ ഡിബേറ്റബിളാണ്. അവൈലബിൾ അല്ലാതെ വരുന്ന സമയത്താണ് പല വ്യാജ നിർമ്മിതികളിലേക്കും ആളുകൾ പോകുന്നത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രേരണ കൊടുക്കുകയും ഉപയോഗിക്കേണ്ടുന്ന ആളുകൾക്ക് നിയമവിധേയമായി അത് എല്ലാവർക്കും കിട്ടണമെന്നല്ല, പഴയ പോലെ അല്ല. ഇപ്പോൾ വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടി ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ മർത്തോമ ഒരു പള്ളിയുടെ പേര് പറയുന്നത് ശരിയല്ലല്ലോ, അവിടുത്തെ അച്ഛൻ മുൻകൈ എടുത്ത ഒരു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് അച്ഛൻ എല്ലാവരും എഴുന്നേറ്റ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ ചൊല്ലണം എന്ന് പറഞ്ഞു. നമ്മുടെ മർത്തോമ സഭയിലെ ഒരച്ഛൻ തന്നെ, അച്ഛൻ അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാവരും എഴുന്നേറ്റു. 5-8 പേരെ നെഞ്ചത്ത് കൈവച്ചുള്ളൂ. വളരെ നേരിയ ശബ്ദത്തിൽ മാത്രമേ പ്രതിജ്ഞ ഇങ്ങോട്ട് കേട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളൊരു കാപട്യം കാണിച്ചില്ല എന്ന കാര്യത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് മദ്യത്തിൻ്റെ കൺസപ്ഷൻ കണ്ടമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളിലും വർദ്ധിക്കുന്നുണ്ട്. ഐ എം സൈലൻ്റ് അബൌട്ട് ദി അതർ തിങ്, അത് കളയണം. ഇതിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരുന്നതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. 1986 തിരുവനന്തപുരം സെൻറ് തോമസ് സ്കൂളിൽ വെച്ച് നടന്ന സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഒരു വിദഗ്ധ ഫിസിഷ്യൻ ഇടയ്ക്ക് ഇച്ചിരി മദ്യം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് സ്റ്റുഡൻസ് കോൺഫറൻസിൽ പ്രസംഗിച്ചു. ആ ഡോക്ടർ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പേര് പറയുന്നില്ല. അപ്പോൾ സദസ്സിലിരുന്ന അലക്സാണ്ടർ മർത്തോമ തിരുമേനി എഴുന്നേറ്റ് വന്ന് മൈക്ക് വാങ്ങിച്ച് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളതല്ല മർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വേദി എന്ന് പറയുകയും സഭയുടെ നിലപാട് ആളുകൾ ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ ആവശ്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. ലഭ്യത ഒറ്റ അടിക്ക് കുറച്ചുകൊണ്ട് വരാതെ പടിപടിയായി കുറയ്ക്കുന്ന സമീപനമാണ്. അവൈലബിലിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നത് കൺസപ്ഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അവൈലബിലിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നത് നല്ലതല്ല എന്നതിനാണ് എൻ്റെ അഭിപ്രായം. സാറിന് പോകേണ്ടതുണ്ട്. ഒരു ചോദ്യം ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും നമ്മുടെ MLA യോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ പറഞ്ഞതുപോലെ ഒരു ചലഞ്ച് മുമ്പിൽ കണ്ടപ്പം നമ്മളുടെ തിരുമേനി തന്നെ മുമ്പിൽ എണീറ്റ് നിന്ന് വന്ന് നമ്മുടെ നിലപാട് ശക്തമായി പറയുകയുണ്ടായി. മൈക്കൊന്ന് അവിടെ കൊടുക്കാമോ? നമുക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ട്. സർ, എൻ്റെ പേര് കൃപാസാറ തോമസ് എന്നാണ്. നമ്മളിപ്പം മദ്യം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷെങ്കിൽ നമുക്കറിയാം സർക്കാരിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് ഈ മദ്യം വിൽക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ട് ആ ഇൻകം നല്ലൊരു യുവതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട എന്ന് സർക്കാരിന് വെച്ചുകൂടാ?
ഞാൻ ധനകാര്യമന്ത്രിയല്ല, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡേറ്റ പറയുന്നത് എൻ്റെ കൈവശം ഇപ്പം ഇല്ല, ഞാനതൊരു സ്റ്റഡി നടത്തിയതാണ്. നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ശതമാനം എക്സൈസിൽ നിന്നാണ്. മറ്റ് ചില സ്റ്റേറ്റുകളിൽ അതിനേക്കാൾ വർദ്ധിച്ച ശതമാനമുണ്ട്, കേരളത്തിനേക്കാൾ കൂടുതൽ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ പ്രത്യേകിച്ച് റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടി സ്റ്റേറ്റിന്, സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം കുറഞ്ഞു വരികയാണ്. GST ഒക്കെ വന്നതോടുകൂടി സ്റ്റേറ്റിന് വിഭവ സമാഹരണത്തിനുള്ള അധികാരം വളരെ കുറവാണ്. കൈവയ്ക്കാൻ കഴിയുന്ന ചില മേഖലകളിൽ ഒന്ന് ഇതാണ്. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടികൾ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വർദ്ധിപ്പിക്കുമ്പോൾ വില കൂടും. വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രയോജനം കൊണ്ട് നമ്മുടെ ഇൻകം വലുതായിട്ടൊന്നും കൂടുന്നില്ല, പക്ഷേ കൺസപ്ഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നത്. പൂർണ്ണമായും നിർത്താൻ കഴിയുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് കേരളം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, 1977 മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി, ഞാൻ ആ സമയത്താണ് പൊളിറ്റിക്സിലൊക്കെ വരുന്നത്. ഇന്ത്യയിൽ മദ്യനിരോധനം നടപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഗുജറാത്ത് എന്ന സ്റ്റേറ്റിൽ മദ്യം നിരോധിച്ചു. അവിടെ മദ്യനിരോധനത്തിന് വേണ്ടി തന്നെ ഒരു മന്ത്രി ഉണ്ടായി, ഹരിസിംഗ് ചൗഡ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 1977 മന്ത്രിയുടെ പേരാണ്. ഞാൻ അദ്ദേഹവുമായി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആശയവിനിമയം നടത്തിയിട്ടുള്ളതാണ്. ആ ഗുജറാത്തിലും എവിടെയൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വ്യാപകമായി ഇല്ലിസിറ്റ് ലിക്വർ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിരോധിച്ച് വരുമാനമില്ലാതാക്കിയിട്ട് കാര്യമില്ല, ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രേരണ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു അനുഭവം കൂടെ പറയാം. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ കണ്ണൂരിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അന്നത്തെ ചീഫ് മിനിസ്റ്റർ എന്നോട് വിളിച്ചു പറഞ്ഞു, അത്യാവശ്യമായിട്ട് കണ്ണൂർ പോകണം, 13 കുട്ടികൾ മരിച്ചു. അപ്പോൾ ഞാൻ ധൃതി വെച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് ട്രെയിൻ കയറാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ബെവറേജ് കോർപ്പറേഷനിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ADGP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥൻ ബെവറേജിന് മുമ്പ് ക്യൂ നിൽക്കുന്നു. അപ്പം ഞാനൊന്ന് സ്ലോ ചെയ്തു, പക്ഷേ എനിക്കും ധൃതിയാണ്. പക്ഷെ റോഡിൽ വെച്ച് ചോദിക്കാൻ പാടില്ലല്ലോ, ഞാനങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടു. സാറിന് എന്നോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു, എന്നോട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പണിയാണ് കാണിച്ചത്, നിങ്ങൾ അവിടെ പോയി ക്യൂ നിൽക്കുന്ന കാര്യം എന്താ? അതിനെന്നെ കുഴപ്പം? സർക്കാർ അനുവദിച്ചിട്ടുള്ള ഷോപ്പ് ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ല, എനിക്കറിയാം. ഞാൻ മേടിക്കുന്ന ശമ്പളം കൊണ്ട് സർക്കാർ അനുവദിച്ച ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങുന്നു, അതിനെൻ്റെ തടസ്സം? ഞാൻ നിങ്ങൾ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പോയി ക്യൂ നിൽക്കാതെ വല്ല ഡ്രൈവർമാരെ വിട്ടാൽ പോരെ? അത് തെറ്റാ സാർ, എന്നോട് തെറ്റ് ചെയ്യാൻ പറയാൻ പാടില്ല. എനിക്ക് കള്ള് വാങ്ങിക്കാൻ എൻ്റെ ഡ്രൈവറെ, ഒഫീഷ്യൽ ഡ്രൈവറെ വിടാൻ പാടില്ല, ഞാൻ തന്നെ വാങ്ങിക്കണം. അപ്പോൾ അവരുടെയൊക്കെ വാല്യൂ സിസ്റ്റം മാറിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, വരുമാനം വേണ്ട എന്ന് വെച്ച് മദ്യനിരോധനം ഒഴിവാക്കിയത് കൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം നിൽക്കില്ല. മദ്യമുണ്ടാക്കുന്ന അപകടത്തെ സംബന്ധിച്ച് വ്യാപകമായ പ്രചരണവും ബോധവൽക്കരണം അത് ഉൾക്കൊള്ളാൻ നമുക്കാവണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതില്ല എന്ന് വെക്കണം. എൻ്റെ ഫോണിൽ ഞാൻ സൂചന പോലും പറയുന്നില്ല, വളരെ ഉന്നതനായ ഒരാൾ മദ്യഷാപ്പിൽ നിന്ന് മദ്യം വാങ്ങിക്കുന്ന പടമുണ്ട്, കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതുകൊണ്ട് മദ്യം വാങ്ങിക്കുന്നൊരു പടം ഇന്ത്യയിലുണ്ട്. വളരെ ഏത് മേഖലയിലെ ഉന്നതനാണെന്ന് എന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് അപകടകരമാണ് എന്നത് നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ക്യാമ്പയിനാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ഫോർ യുവർ ടൈം. നമുക്ക് നല്ല കൈയോടെ സാറിന് പോകേണ്ടതുണ്ട്. നമ്മുടെ ഒരു സ്നേഹാദരവ്, ഈ കോൺഫറൻസിൻ്റെ ഒരു സ്നേഹാദരവ് നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഈ ആദരവ് നൽകുന്നു. സർ, കച്ചവടം എന്ന് പറയുന്നത് പലപ്പോഴും എളുപ്പമുള്ളൊരു കാര്യമല്ല. അതും എറണാകുളത്തുനിന്ന് വണ്ടി കയറി ട്രെയിൻ കയറി അപ്പച്ചൻ്റെ ഉപദേശം സ്വീകരിച്ച് കച്ചവടത്തിലേക്ക് ഇറങ്ങിയ KG എബ്രഹാം സാർ ഇന്നായിരിക്കുന്നത് ഏകദേശം 25,000-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സംരംഭത്തിൻ്റെ അമരത്താണ് എന്നുള്ളത് ഏതൊരു മാർത്തോമാക്കാരനും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്.
25,000 കുടുംബങ്ങളെ പോറ്റുന്ന ഒരു സംരംഭം നടത്തുന്ന KG എബ്രഹാം സാർ. സാറിൻ്റെ ജീവിതം ജനിച്ചു വീഴുന്നത് വളരെ ഇന്ന് ലോകം കാണുന്ന പോലെ ഏറ്റവും ഭയങ്കര ഹൈ ഫ്ലൈയിങ് ആയിട്ടല്ല. എന്നാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം സഭയും സഭയുടെ അനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ സാറിൻ്റെ ഈ ജീവിത വിജയത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ സാർ? ഇങ്ങനെ ഈ കോൺഫറൻസിൽ വന്ന് എനിക്ക് നിങ്ങളുമായിട്ട് സംവാദിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഈ പ്രായത്തിൽ എനിക്കിതുപോലൊരു കോൺഫറൻസിനൊന്നും വരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ പേരൻസ്, അപ്പനും ഫാദറും മദറും എൻ്റെ ഗ്രാൻഡ് മദറും ചെറുപ്പം മുതലേ വളരെയധികം സ്ട്രിക്റ്റായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക. ഒരു 5 വയസ്സുള്ളപ്പോഴും രാവിലെ ഒന്നും കഴിക്കാതാണ് പോകുന്നത്. കാട്ടുനിലം പള്ളി, ഇന്ന് ഞാൻ നിരണത്താണ് എൻ്റെ വീട്. നിരണം കാട്ടുനിലം പള്ളിയുടെ ഇടവകാംഗമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളുടെ നിരണത്തുകാരനും അദ്ദേഹത്തിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളാണ്. അതിൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹിം, വാട്ട് ഹി അച്ചീവ്ഡ്. It is really wonderful and we are at least enjoying that. Thank you so much. പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയി, പള്ളി അവിടെ അടങ്ങിയിരിക്കണം. പള്ളിയിൽ അന്ന് ഞങ്ങൾ 500-550 മെമ്പേഴ്സുള്ള പള്ളിയാണ്. അവിടെ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി മുറ്റത്തിരിക്കും. കാരണം അകത്തിരിക്കുമ്പോഴത്തേക്ക് ചൂടുണ്ട്. അപ്പം വെളിയിൽ ഇങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇരിക്കുക. പക്ഷെ അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതം 22-ാമത്തെ വയസ്സിൽ ഈ നാട്ടിൽ നിന്നും കുവൈറ്റിലേക്ക് പറിച്ചു നടുവാൻ ഇടയായി. അതൊരു ദൈവാനുഗ്രഹമായിട്ടേ ഞാൻ കാണത്തുള്ളൂ. അല്ലാതെ എന്നെ കൊണ്ടുപോകാൻ, അവിടെ കൊണ്ടുവന്ന് ജോലി തരാൻ അതിനുള്ള വിദ്യാഭ്യാസമോ, ഞാൻ 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. അവിടെ ചെന്നിക്ക് എനിക്ക് കിട്ടിയ ഒരു കമ്പനിയിൽ, കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഫോർമാനായിട്ട്, സൂപ്പർവൈസറായിട്ടാണ് കിട്ടുന്നത്. ആ സൂപ്പർവൈസർ ചെയ്യാനായിട്ട് ലാംഗ്വേജ് അറിയത്തില്ല, ജോലി അറിയത്തില്ല. അപ്പം പിന്നെ ഇതൊന്നും പറയാനൊക്കത്തില്ല. എന്നാലും ഞാൻ കൊണ്ടുപോയ ആൾ അവിടുത്തെ എൻജിനീയർ ആയിരുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ ഓരോ ദിവസവും എനിക്ക് 8 മണിക്കൂർ വർക്ക് ചെയ്യണം. ഞാനത് 10 മണിക്കൂറും 12 മണിക്കൂറും ആദ്യം മുതലേ ഞാനത് പരിശീലിച്ചു ജോലി ചെയ്യാൻ. അപ്പം എൻ്റെ ജോലി എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എന്നെ ഏൽപ്പിച്ച ജോലി എത്രയും പെട്ടെന്ന് ഭംഗിയായി തീർക്കണമെന്നുള്ള ഒരു സിൻസിയോറിറ്റി എനിക്കുണ്ടായിരുന്നു. യു ഡോണ്ട് ബിലീവ്, അവിടെ ചെന്നപ്പോഴേ എനിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ 12 ഇരട്ടിയായി 6-7 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശമ്പളം എല്ലാ മാസവും, ആദ്യമൊക്കെ എല്ലാ മാസവും എനിക്ക് ഒരു ചെറിയ ഇൻക്രിമെൻ്റ് തരും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ജോലി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസി ടു ഡെവലപ്പ് യുവർ സെൽഫ്, ടു ഗ്രോ ബൈ യുവർ സെൽഫ്. ബട്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ചെയ്യും. ഞാനത് ചെയ്യുന്നതിൽ കൂടി ഞാൻ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങൾ പഠിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. എന്ത് കിട്ടിയാലും അത് പഠിച്ചെടുക്കും, അതിനെ ഞാൻ പ്രയോജനപ്പെടുത്തും, അതിൽ കൂടി ഞാൻ വളരുമെന്ന് മനസ്സിലാക്കണം.
ഒരിക്കലും ഡോണ്ട് റൺ ആഫ്റ്റർ ദി മണി. എൻ്റെ എക്സ്പീരിയൻസാണ്. എനിക്ക് 60 ദിനാറിനാണ് എൻ്റെ സാലറി. അന്നത്തെ 2000 രൂപയാണ്. അന്ന് ഒരു ദിനാറിന് 1000 ദിനാറിന് 35 ദിനാർ കൊടുക്കണം 1000 രൂപയ്ക്ക്. ഇന്നിപ്പം അത് 5 ദിനാർ കൊടുത്താൽ 1000, 4 ദിനാർ കൊടുത്താൽ 1000 രൂപയാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപ താഴോട്ട് പോവുക, അല്ലാതെ അവരുടെ കാശ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേ ഡോണ്ട് വർക്ക് ഫോർ മണി. You do your work to complete your work. When you are doing your business, you are learning your business. You know, നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചേച്ച് അങ്ങോട്ട് വരുമ്പോഴേ ഒരു ജോലിയിൽ ആദ്യം കയറുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാനൊക്കത്തില്ല. പക്ഷേ എക്സ്പീരിയൻസിൽ കൂടാണ് നമ്മൾ വളരേണ്ടത്. ആ എക്സ്പീരിയൻസ് നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ജോലിയെ കാണണം, അതിനെ ചെയ്യണം. അതിനെ എത്ര ഭംഗിയായിട്ട് എനിക്ക് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹമാണ്, അത് ഭംഗിയായിട്ട് ചെയ്യണം. ഡോണ്ട് ഷോർട്ട് കട്ട്. ഡോണ്ട് ഷോർട്ട് കട്ട് യുവർ കീപ് ദ ക്വാളിറ്റി സെയിം ഓർ ബെറ്റർ. ഒരു ക്വാളിറ്റിയുള്ള വർക്കറും വർക്കും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ഷെഡ്യൂൾ ഒരു മാസത്തേക്കുള്ള ഒരു ഷെഡ്യൂൾ തരികയാണെങ്കിൽ അത് 25 ഡേയ്സ് കൊണ്ട് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോസ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ദാറ്റ് വാട്ട് ഐ ആം ഡൂയിങ് നൗ. ഓക്കെ, സോ try to involve in the business to learn, not to make money. When you learn your business, automatically money will come to you. Your superior is watching you. See, they will try to motivate you, try to escalate you, try to promote you because he is good for this, I can use him somewhere. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം. അല്ലാതെ I want to finish 8 hours, I will finish 8 hours, I want to go home. You cannot improve. Who struggle, they can only survive. Who struggle, they can grow. The struggle is a part of success. Struggle is not, it's troubling you. നിങ്ങളുടെ കമ്പനി നിങ്ങളെ, you go through the struggle, then only you can grow, you can learn. So that what is my experience. You try to keep a good relation with your co-workers, your friends. That is very important. Teamwork is important. Our team, our company motto is one team, one family. One team, one family means, when you are a family, you will be able to discuss with anybody. എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനൊക്കും. അതേസമയം നിങ്ങളൊരു ടീം അല്ലെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ, they will misguide you also. So try to keep one team, one family, which is our company we practice. Thank you, Abraham sir, for Thank that you. wisdom. പേനയ്ക്ക് സാറേ കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല രാഷ്ട്രീയ പ്രമുഖരും അവരുടെ അധികാരങ്ങൾ അടിയറ വെക്കേണ്ടി വന്നത് പല മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ആണ് എന്നുള്ളതും വസ്തുതയാണ്. സാറിൻ്റെ ഇത്ര വർഷത്തെ പത്രപ്രവർത്തന പരിചയത്തിൽ സാറിന് അങ്ങനെ എൻകൗണ്ടർ ചെയ്ത ഏതെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കാൻ ഇവിടുത്തെ ഓഡിയൻസിന് ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ അധികാരത്തിനെതിരെ സാറിന് എഴുതാൻ സാധിച്ചിട്ടുള്ളപ്പോൾ സാറിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരെ ഒന്ന് കൊണ്ടുപോകാമോ? ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ സാർ? താങ്ക് യു വിൻസൻ. ആൻഡ് ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച, ഈ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ക്വിക്ക് തോട്ട്സ്, ഞാൻ 2 പോയിൻ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ ലഹരിയെപ്പറ്റി പറഞ്ഞ വിഷയം.
ലഹരി നിരോധിച്ചതുകൊണ്ട് ഒരു രാജ്യത്തു നിന്നും ഒരു സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അതിൻ്റെ പബ്ലിക് ഫൈനാൻസിൻ്റെയൊന്നും ഞാൻ പോകാതെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യത്ത് ലഹരി നിരോധിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ശ്രമം നടത്തി. ലോകത്തെങ്ങും ഇപ്പോൾ പറഞ്ഞ ഗുജറാത്തിൽ ലീഗലി അത് നിരോധിതമാണ് എങ്കിലും അത് വളരെ ഈസിലി അവൈലബിളാണ്. അത് ഒരു ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിരോധനത്തെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ മദ്യത്തോട് നമ്മളുടെ പേഴ്സണൽ സമീപനം എന്നുള്ളതാണ് ഇവിടെ കൂടുതൽ പ്രസക്തമായി, പ്രത്യേകിച്ച് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന പ്രായക്കാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെടുക്കേണ്ട തീരുമാനം. 2, മദ്യത്തിൻ്റെ സോ കോൾഡ് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി അങ്ങനത്തെ ഒരു 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 മെഡിക്കൽ എന്ന് പറയപ്പെടുന്ന ചില ഒപ്പീനിയൻ വർഷങ്ങളായിട്ട് നിലനിന്നിട്ടുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ റിസർച്ചും വളരെ കൺക്ലൂസീവ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ moderate or responsible drinking. Every single drop of alcohol will ruin your body. ഇതേപ്പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയ ഗൂഗിൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള വെരി ഒത്തൻറ്റിക് ആയിട്ടുള്ള മെഡിക്കൽ സയൻസും ജേർണൽസും റിസർച്ച് ഇതേപ്പറ്റി വരുന്നുണ്ട്. ഐ എൻകറേജ് യു ടു ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദോസ് ഡീറ്റെയിൽസ്, ഐ സജസ്റ്റ് ദാറ്റ് യു ഫോളോ വൺ ട്വിറ്റർ ഹാൻഡിൽ, എക്സ് ഹാൻഡിൽ, ലിവർ ഡോക്ടർ, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു 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 ലിവർ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു ഹാൻഡിലുണ്ട്. യു ഫോളോ ഹിം. സോ he sort of makes a lot of these research accessible in basic points. What does alcohol do to your body? ആ പോയിന്റ് ഞാൻ പറഞ്ഞു വരുന്ന ശേഷം ആ ചർച്ചയെപ്പറ്റി ഇവിടെ വന്നപ്പോൾ വി റിമെമ്പേർഡ് ഹിസ് ഗ്രേസ് അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലിത്ത. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ അദ്ദേഹത്തെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ബഹുമാനങ്ങൾ അർപ്പിക്കുകയാണ്. അത് ഞാൻ പറയാൻ കാരണം, ഇതുപോലെ സ്റ്റുഡൻസ് കോൺഫറൻസ് അല്ലായിരുന്നു, ഒരു സൺഡേ സ്കൂൾ ക്യാമ്പിൽ വെച്ച് ചരൽക്കുന്നിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലിത്ത ആയിരുന്നു അന്ന് മെത്രാപ്പോലിത്ത. അദ്ദേഹത്തിൽ നിന്ന് ആദ്യ കുർബാന നേടുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ ഒരു പുസ്തകത്തെപ്പറ്റി അദ്ദേഹം പ്രതിപാദിച്ചു. നോർമൻ വിൻസെൻ്റ് പീൽ, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അന്ന് ഞാൻ ഇംഗ്ലീഷൊന്നും വായിക്കുന്ന ഒരാളായിരുന്നില്ല. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പുസ്തകം, ആ പേരെൻ്റെ ഓർമ്മയിലിരുന്നു, ആ പുസ്തകം ഞാൻ വായിച്ചു. അത് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഇൻഫ്ലുവൻസായി മാറി. വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഞാൻ ആ പുസ്തകം വായിച്ചത്. ആ പുസ്തകത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ വേറൊരു പുസ്തകത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. അത് റോബർട്ട് ഷുള്ളർ എന്ന് പറയുന്ന വേറൊരു ഇവാഞ്ചലിസ്റ്റിൻ്റെ ടഫ് ടൈംസ് നെവർ ലാസ്റ്റ്, ടഫ് പീപ്പിൾ ഡു. അതിലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലെ ഒരു പ്രധാന ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, പ്രധാനമെന്ന് ഞാൻ പറയുന്നത് ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അവസരങ്ങൾ എവിടെയാണ്. അറ്റ്ലാന്റിക് സാൽമൺ എന്ന് പറയുന്ന ഒരു സാൽമൺ സ്പീസീസ് ഉണ്ട്. നിങ്ങൾക്ക് ആ സാൽമൺ പിടിക്കണമെങ്കിൽ നിങ്ങൾ അറ്റ്ലാന്റിക്കിലേക്ക് പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ തിരുവല്ലയിലിരുന്നാൽ അതിനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ പസഫിക് കോസ്റ്റിൽ താമസിക്കുന്ന ഒരാൾ അറ്റ്ലാന്റിക് സാൽമൺ പിടിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അറ്റ്ലാന്റിക് കോസ്റ്റിലേക്ക് പോകണം. ആ കഥയാണ് നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട എബ്രഹാം സാറിൽ നിന്ന് കേട്ടത്. അത് മൊബിലിറ്റിയുടെ കഥയാണ്. എൻ്റെ ആദ്യ കുർബാനയെപ്പറ്റി ഞാൻ പറഞ്ഞു. 2 വർഷം മുമ്പ് എൻ്റെ മക്കൾക്ക് ആദ്യ കുർബാന കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ രണ്ടാമത് റീവിസിറ്റ് ചെയ്യേണ്ടത്, നിങ്ങളെപ്പോലെയോടുകൂടി ഇരിക്കുന്ന എല്ലാവർക്കും മുമ്പിലുള്ള ഒത്തിരി സംശയങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത എന്ന് 2 ടീനേജ് കുട്ടികളുടെ പിതാവ് എന്ന നിലയിൽ എനിക്കറിയാം. അപ്പോൾ എന്താണ് മാർത്തോമാ സഭ, എന്താണ് കുർബാന എന്നുള്ള ചോദ്യത്തെപ്പറ്റി അന്ന് ബ്രദമാസ് തിരുമേനി പറഞ്ഞു, ഇതൊരു രഹസ്യ സംസർഗത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്, അതതിൻ്റെ ഒരു മിസ്റ്റീക്കാണ്, അത് നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ഒരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാൻ വേണ്ടി ഞാനിതിങ്ങനെ ആലോചിക്കുകയും ഞാൻ അതിനുവേണ്ടി 3 പോയിൻറ്റ്സ് പറഞ്ഞു. അത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തെക്കാൾ വലിയതാണ് എന്നുള്ളതാണ് ഈ ക്രൂശുമരണത്തിൻ്റെ റിമംബറൻസ്. എൻ്റെ ജീവിതമാണ്, പക്ഷേ അതിലും വലിയതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ മരിക്കുന്നത്
എൻ്റെ പ്രവർത്തനം അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു പർപ്പസിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ. 2, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ പർപ്പസിലേക്കുള്ളൊരു പെർസ്യൂട്ടിൽ ഞാൻ അല്ല, എന്നോടൊപ്പം നിൽക്കുന്ന ഇവരെല്ലാവരും എൻ്റെ ഈ പർപ്പസിലേക്കുള്ള എൻ്റെ യാത്രയിൽ, എൻ്റെ ഈ പെർസ്യൂട്ടിൽ എൻ്റെ സഹയാത്രികരാണ് എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് റിമെമ്പറൻസ്. 3, നമ്മൾ ഇത് നിരന്തരമായി എപ്പോഴും ഈ തിരുമേശയിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അഗെയിൻ ഈ പവർ ഓഫ് വാട്ട് ഇസ് ദ 7 ഹാബിറ്റ്സിൻ്റെ അത് പറയുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിൾ അല്ലേ? ഓക്കെ, സ്റ്റീവൻ കോവൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാഴ്ച റഫ്ലി ഒരു ഹ്യൂമൻ ബയോളജിയും ഹ്യൂമൻ സൈക്കോളജിയുടെയും വയറിങ് അനുസരിച്ച് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് റഫ്ലി അതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോയി. ഒരു 7th ഡേ നമ്മളൊരു റിന്യൂവൽ നടത്തണമെന്നുള്ളത് ഒരു ഹ്യൂമൻ ട്രഡീഷൻ്റെ ഭാഗമാണ്. പല മതങ്ങളിലും പല വിശ്വാസ കേന്ദ്രങ്ങളിലും ഒക്കെ അതുണ്ട്. അപ്പോൾ ഇത് ഒരു റീകമ്മിറ്റ്മെൻറ്റ്, ഒരു റിന്യൂവൽ ഓഫ് അവർ പർപ്പസ്. അപ്പോൾ നമ്മൾ ഒരു പർപ്പസ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് റിന്യൂവൽ ആവശ്യമാണ്. ഇതാണ് ഈ നിങ്ങളോടൊപ്പം ഇന്നിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തയും. ഞാൻ എന്നും എൻ്റെ തന്നെ മാർത്തോമാ സഭയുമായും തിരുവല്ലയുമായുമുള്ള എൻ്റെ ഒരു ഇൻട്രാക്ഷൻസിലും ഒക്കെ തന്നെ കോൺസ്റ്റൻ്റ്ലി ഞാൻ എന്നെ റിമൈൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇത് പാലിക്കുന്നതിലുള്ള നമ്മുടെ പരാജയം വളരെ ക്ലിയറാണ്, ഒബ്വിയസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റിന്യൂവൽ വേണ്ടത്.